ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ അനിത വിത്ത് യു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എന്നത്തെ എൻ്റെ ഒരു ചെറിയ ഈവനിങ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. വലുതായിട്ടൊന്നുമില്ല, ഒരു ഈവനിങ്ങിൽ നമ്മളൊരു 4 മണിക്ക് കാപ്പി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയൊരു ഈവനിങ്. ഓക്കെ, അപ്പം ഞാൻ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നെന്ന് പറയുന്നതിൻ്റെ പേരിൽ അവർക്ക് ഞാൻ കോൺഫ്ലക്സ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നൂടെ ഉള്ളൂ അവർക്ക് അവധി. നാളെ മുതൽ അവർക്ക് സ്കൂൾ തുടങ്ങുന്ന ദിവസം. ഈ 2 മാസം എനിക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം എന്നാന്ന് ചോദിച്ചാൽ 2 മാസവും നമുക്കിഷ്ടമുള്ളൊക്കെ ഒന്ന് എണ്ണീച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയല്ലല്ലോ. രാവിലെ അവർ സ്കൂളിൽ പോകുമ്പോൾ മുതൽ എണ്ണീച്ച് വൈകിട്ട് വന്ന് അവരുടെ ഹോംവർക്ക് വരെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഒട്ടും സമയമില്ല ഒന്നിനും. ഏറി നിൽക്കുക എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ആയിരിക്കും കുഞ്ഞുങ്ങൾ സ്കൂളിലുള്ള എല്ലാ മാതാപിതാക്കളുടെ ഒരവസ്ഥ. അപ്പോൾ അവർക്ക് ഞാൻ കോൺഫ്ലക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓർത്ത് എനിക്ക് കാപ്പിയും ചായയും കുടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേങ്കിൽ എനിക്കിപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്കത് കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനെന്നാൽ ഓർത്തത് ഞാനും എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇച്ചിരി ഓട്സ് ഉണ്ടാക്കി കുടിക്കുന്നത്. അങ്ങനെ ഞാൻ ഇച്ചിരി റോൾഡ് ഓട്സ് ഉണ്ടാക്കി കുടിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഓട്സ് ഒഴിച്ച് കൊടുത്തു. അത് നല്ലവണ്ണം വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാനാണെങ്കിൽ പാൽ ആഡ് ചെയ്യുകയാണ് കേട്ടോ. ഇത് ലോ ഫാറ്റ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നത്, ഫുൾ ഫാറ്റ് മിൽക്കല്ല കേട്ടോ. അതൊന്ന് ആഡ് ചെയ്ത് അതുകൂടെ ഒന്ന് നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് സ്വല്പം ഷുഗറും ആഡ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഫ്രൂട്ട്സ് വല്ലതും ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. ചിലർ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇടാറുണ്ട്. ഞാൻ ഇതിനകത്ത് ഇച്ചിരി ബ്ലൂബെറീസ് ഇടുന്ന, ഇച്ചിരി ഫ്രോസണും ഇച്ചിരി നോർമലുമായിട്ടുള്ളതാണ് ഇടുന്നത് കേട്ടോ. അപ്പം കാപ്പിക്കും ചായക്കും പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നുമില്ല, നമുക്ക് കുറച്ച് മൈൻഡ് റിലാക്സേഷൻ കിട്ടുമെന്നേ ഉള്ളൂ. കമ്പയർ ടു ഇത് ഓട്സിന് കുറച്ചേറെ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ബ്ലഡ് ഷുഗറൊക്കെ നോർമലാക്കും, കൊളസ്ട്രോളിൻ്റെ ലെവലിനെയൊക്കെ കുറയ്ക്കും, നമ്മുടെ സ്കിന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസൊക്കെ ഉണ്ടെങ്കിൽ മാറും. പിന്നെ വലിച്ചു വാരി കഴിക്കുന്നതിൽ നല്ല കുറച്ച് കഴിച്ചാൽ മതിയല്ലോ. അതോർത്ത് ഞാനെങ്കിൽ ഇതങ്ങ് ഉണ്ടാക്കി ഞാൻ കഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നാളത്തേക്ക് ഇനിയും എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കി എടുക്കുകയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു ഈ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ വെച്ചിട്ട് എന്നും അങ്ങ് വീഡിയോ പോവുകയാണല്ലോ, നിങ്ങളെ എന്നാൽ കഴിക്കുന്ന വീഡിയോ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കേട്ടോ. അപ്പം എപ്പോഴും ഒന്നും നമുക്കിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ വന്ന് നിന്ന് കാണിക്കാനും എടുക്കാനും ഒന്നും പറ്റുകയില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്താൾ നാട്ടിൽ പഠിക്കുന്നു, ബാക്കി 2 കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും നോക്കണം. കാരണം ഞാനൊരു നേഴ്സാണ്, വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഫാമിലി ലൈഫുണ്ട്, ഒരു അമ്മയാണ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കതിനകത്ത് അപ്പോൾ ഒത്തിരി ലിമിറ്റേഷൻസൊക്കെ ഉണ്ട്. നമുക്ക് വീഡിയോ അങ്ങനെ ഒത്തിരി എടുത്ത് കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല. കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ മാക്സിമം ടൈം വെച്ച് ഞാൻ അന്ന് വീഡിയോ ഇടുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസ് ഒക്കെ എനിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പം പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ പറയാവുന്നതാണ്. അപ്പം ഞാനാണെങ്കിൽ ഇപ്പം നാളെ എനിക്കിപ്പോൾ ഡ്യൂട്ടിയുണ്ട്. കുഞ്ഞുങ്ങൾ നാളെ മുതൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ പോകണം. അപ്പോൾ ഇതിനിടയ്ക്ക് അവിടെ ഒരു വഴക്ക് നടക്കുവാണ് പിള്ളേർ തമ്മിൽ. അതാണ് ഞാൻ ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വന്നിരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നിങ്ങൾ വീണ്ടും പറയുന്നു, എല്ലാവർക്കും എൻ്റെ ചാനലും ഇഷ്ടമായെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.